ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ടൂർ പോകാനൊക്കെ ഇവരുടെ ഇവിടുന്ന കാശ് എനിക്കറിയാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നോണ പറയില്ല. പോവാൻ തന്നെ അവരുടെ പരിപാടി. ആഹാ, പിറന്നാളുകാരൻ വന്നല്ലോ. രാജുവിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. നന്ദി തിരുമേനി. അല്ല, രാധമ്മ എവിടെ? അവള് വന്നില്ല, അവൾക്ക് പനിയാ. അത് കഷ്ടായല്ലോ. രാജുവിന്റെ പിറന്നാളിനുള്ള പ്രത്യേക വഴിപാടല്ലേ പൂപ്പറ? അത് പിറന്നാളുകാരന്റെ അമ്മ തന്നെയല്ലേ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത്? അത് രാജുവിന്റെ ഭാര്യ ചെയ്താ പോലെ തിരുമേനി. അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിയോട് പറഞ്ഞു കൊടുത്താ മതി. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ദേവിക്കറിയാലോ കാര്യങ്ങള്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, വർമ്മസാറിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എനിക്കൊന്ന് വർമ്മസാറിനെ കാണണം. ഒരു ദിവസം ഞാനങ്ങോട്ട് വരാം. കഴിഞ്ഞ ഒരു ദിവസം മോളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. സൂര്യമംഗലത്തെ സരസ്വതി അമ്മയും മോളുടെ അനിയത്തിക്കുട്ടിയും ഉണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞു. എന്റെ അച്ഛനാ രാജുവിന്റെ ജാതകം എഴുതിയേ. അതെ അതെ, വലിയ നാരായണ നമ്പൂരി. ആ ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അതുപോലെ നടന്നില്ലേ? ശരിയാ തിരുമേനി. ഇപ്പേ കഴിഞ്ഞ കല്യാണം വരെ രാജുവിന് രാജകുമാരി ഭാര്യയായി വരുമെന്ന ജാതകത്തിൽ എഴുതി തന്നെ. സാക്ഷാൽ രാജകുമാരി തന്നെ വന്നില്ലേ വേണോട്ടാ? സർവ ഗുണങ്ങളുമുള്ള ഒരു പെൺകുട്ടിയെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരന് ഭാര്യയായി കിട്ടുന്നു. അതൊരു അപൂർവ ഭാഗ്യം തന്നെയാ. ദേവി രണ്ടുപേരെയും ആവോളം അനുഗ്രഹിച്ചിരിക്കുന്നു. പൂപ്പറയ്ക്കും മറ്റു പൂജകൾക്കുമുള്ള ഒരുക്കങ്ങൾ മോള് തന്നെ ചെയ്തോളൂ. മോള് പേടിക്കണ്ട, മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നാലും രാധമ്മ ചെയ്യേണ്ടതായിരുന്നു. നീ തന്നോളുക. ശരി. മോള് വിഷമിക്കണ്ട, ഗണപതി ഹോമം അതിരാവിലെ കഴിഞ്ഞു. ഇനി ഈ വഴിപാട് നടന്നല്ലേ പറ്റൂ. ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് മോള് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. മാഡം, നന്നായി പ്രാർത്ഥിക്കേ. അല്ല, അമ്മ എങ്ങോട്ടാ? എനിക്കേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. പോയിട്ട് വന്നിട്ട് പറയാം. ഇവൾ ഉടുത്തൊരുങ്ങി എങ്ങോട്ട് പോണ്? ഭർത്താവും മോനും മരുമകളും അമ്പലത്തിൽ പോയ സമയത്ത് ഈ പോക്ക് എങ്ങോട്ടാ? എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഇതിനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അല്ല, രാധമ്മ തറവാട്ടമ്മയുടെ വേഷമൊക്കെ കെട്ടി എങ്ങോട്ടാ? ഞാൻ തൊഴിലുറപ്പിന് പോവാ. ഇന്ന് പുത്തൻതോട്ടിലെ പായല് വാരി കളയുന്ന പണിയാ. പെണ്ണുങ്ങളെല്ലാം കാത്തുവെപ്പുണ്ട്. വരുന്നോ? എനിക്കതിന്റെ ആവശ്യമില്ല. അല്ല, കാര്യം ചൂലാണ് എന്റെ ആയുധം. അത് അന്തസ്സോടെ ഞാൻ എവിടെയും പറയും. പക്ഷേ ഞാൻ ആ ചൂലേന്തിയതൊക്കെ കണ്ട അലവലാദികളുടെ വീട്ടിലൊന്നുമല്ല, നല്ല നല്ല പ്രമാണിമാരുടെ വീട്ടിലാ. ആ ചൂലേ എന്നും എനിക്കൊരു കിരീടം തന്നെ ആയിരിക്കും. പിന്നെ തലമുടി ചൂല് പോലെ ഇരിക്കുന്നത് ഇവരെ കിരീടം.
രാധമ്മ ഇനിയിപ്പൊ തൊഴിലുറപ്പിന് പോയാലോ അതല്ല ഇനിയിപ്പോ മൈക്കാട് പണിക്ക് പോയാലോ എനിക്ക് ഒന്നുമില്ല. പക്ഷെ ഞാനൊരു അഖിലേന്ത്യൻ ടൂർ പ്ലാൻ ചെയ്തിരിക്കുക. അടുത്ത ആഴ്ച പോണം. നിങ്ങൾ എവിടെയെങ്കിലും പോ, എനിക്കെന്താ. അല്ല, ഈ പറഞ്ഞത് നേരാണോ? അമ്മ ടൂറിന് പോകുന്നുണ്ടോ? എന്താടി ഞാനേ ഈ രാജ്യം മുഴുവനും ചുറ്റി സഞ്ചരിച്ചാ എനിക്ക് എന്താ കഴിക്കുവോ? അതാ നിനക്ക് കഴിക്കുവോ? അല്ല, ഇന്ത്യയിൽ മാത്രമാണോ അതോ അന്യരാജ്യത്തേക്കും പോകുന്നുണ്ടോ? അതെ, എനിക്ക് ഇന്ത്യക്ക് പുറത്തു പോണമെങ്കിൽ വിമാന ടിക്കറ്റ് മാത്രം പോരല്ലോ, ലിസയും വേണ്ടേ? ലിസയോ? ആ ലിസ ലിസ. ലിസയ്ക്കാടി ഇവര് ലിസ ലിസ എന്നൊക്കെ പറയുന്നത്. തള്ളക്കല്ല അറിയാം. ദൈവമേ, ആ ലാപ്ടോപ്പിന്റെ മുഴുവൻ കമ്മീഷൻ ഇവരെ അക്കൗണ്ടിലേക്ക് വന്ന് നിറയ. ഇവർക്ക് എന്തായാലും പിടിവീഴും. പിറകെ ഞാനും അകത്താവും. അയ്യോ, ലിസയും സൂസിയൊന്നും അല്ല, വിസ. ഓ അത് തന്നെ. ഓ ചിലപ്പോ ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിന്നിരിക്കും. അത് സ്വാഭാവികം. നിങ്ങൾ നേരാണോ അമ്മ ഈ പറയുന്നത്? പിന്നെ ഞാൻ എന്തിനടി നിന്നെ പോലുള്ളവരോടൊക്കെ നുണ പറയുന്നത്? അല്ല, ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലത്തേക്ക് അമ്മ പോകുന്നേ? അല്ല, അതൊക്കെ നീ അറിയുന്ന എന്തോന്നിന്? അതെ, എന്തായാലും നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു കറക്കം. ഡൽഹിയിൽ താമസിച്ചിട്ട് കുറെ മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണണം. പോകേണ്ട സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിന്നോട് ഞാൻ പറയാം. മാറി നിൽക്കടാ പെങ്കോന്ത അങ്ങോട്ട്. ദൈവമേ, ഭസ്മാസുരന് പണ്ട് ശിവൻ വരം കൊടുത്ത പോലെ ആയല്ലോ. ചേട്ടാ, ഈ ടൂർ പോകാനൊക്കെ ഇവരുടെ ഇവിടുന്ന കാശ്? എനിക്കങ്ങനെ അറിയാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ അമ്മ നുണ പറയില്ല. പോവാൻ തന്നെ അവരുടെ പരിപാടി. പക്ഷെ കാശ് നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവരുടെ പൂത്ത കാശുണ്ട്, അതുറപ്പാ. അതെങ്ങനെ വന്നു? എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? ഇവരൊരു വരദരാജൻ മുതലിയാരെ കുറിച്ച് എപ്പോഴും പറയാറില്ലേ? ഇവരാ മുതലിയാരെ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ കാശും കൊള്ളയടിച്ചോണ്ടാ ഈ വരവ് വന്നിരിക്കുന്നത്. നീ എന്തൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. ജയേട്ടാ, നിങ്ങളൊന്ന് സൂക്ഷിച്ചു.